വോട്ട് ക്രമക്കേടിൽ സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. സുരേഷ് ഗോപിയുടെയും കുടുംബത്തിന്റെയും വോട്ടുകൾ തൃശൂരിലേക്ക് മാറ്റിയത് നിയമവിരുദ്ധമാണ് എന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ പരാതി നൽകിയിരുന്നു. ഈ പരാതിയിലാണ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ തൃശൂർ ACPക്ക് അന്വേഷണ ചുമതല നൽകി. വ്യാജരേഖ ചമച്ചതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ പരിധിയിൽ വരും. ജില്ലാ വരണാധികാരി കൂടിയായ കളക്ടറോടും പരാതിയിൽ നിർദ്ദേശം തേടും. സുരേഷ് ഗോപി വോട്ട് ചേർത്തത് ക്രിമിനൽ ഗൂഢാലോചന പ്രകാരമുള്ള കുറ്റമാണ് എന്ന് കാണിച്ചാണ് പരാതി നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷവും തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിലെ ശാസ്തമംഗലം ഡിവിഷനിലെ സ്ഥിരതാമസക്കാരായി സുരേഷ് ഗോപിയുടെയും കുടുംബത്തിന്റെയും പേരുകൾ വോട്ടർ പട്ടികയിലുണ്ട്. ഇതോടെ 2024 തൃശൂരിൽ സ്ഥിരതാമസക്കാരനാണ് എന്ന് സുരേഷ് ഗോപി നൽകിയ സത്യവാങ്മൂലം തെറ്റാണെന്ന് തെളിഞ്ഞെന്നും ഇത് ക്രിമിനൽ കുറ്റമാണെന്നും TN പ്രതാപൻ വ്യക്തമാക്കി. തൃശൂർ DCCയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഡാറ്റ പരിശോധനയുടെ വിവരങ്ങൾ ഉടൻ പുറത്തുവിടുമെന്നും ഇരട്ട വോട്ടുകൾ സഹിതമുള്ള ക്രമക്കേടുകൾക്കെതിരെ കോടതിയിലും ഇലക്ഷൻ കമ്മീഷനിലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും TN പ്രതാപൻ പറഞ്ഞു. 6 മാസം ഇവിടെ താമസിച്ചിട്ടില്ല. 6 മാസത്തിന് ശേഷമാണെന്നാണ് വോട്ടർ പട്ടിക പേര് ചേർത്തത്. വ്യാജ സത്യവാങ്മൂലം കൊടുത്ത് വോട്ടർ പട്ടികയിൽ പേര് എൻട്രി ചെയ്ത ആളെ വോട്ട് അസാധാക്കുന്നതോടുകൂടി ആളുടെ പാർലമെന്റ് അംഗത്വം ഇല്ലാതായി മാറും. ഈ കാര്യത്തിൽ ഞങ്ങൾ ക്രിമിനൽ കേസിന് വേണ്ടിയിട്ടാണ് പരാതി കൊടുത്തിരിക്കുന്നത്. അത് പോലീസ് പരിശോധിച്ച് ക്രിമിനൽ കേസ് എടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷൻ എടുത്ത് ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ നിയമപരമായി ഏതറ്റം വരെയും ഈ കേസിൽ ഞങ്ങൾ മുന്നോട്ട് പോകും.